ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇപ്പോഴും ചെന്നൈയിൽ തുടരുകയാണ്. നമ്മുടെ ഈ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന അതിഥി നമ്മുടെ ചെങ്ങന്നൂർ, തിരുവല്ല ഭാഗത്തുള്ള ചെങ്ങന്നൂരിൽ നിന്നും ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെത്തിയ അദ്ദേഹം എത്തിയിട്ട് 35 വർഷം ആയി ചെന്നൈയിൽ. ഇവിടെ ഹൈടെക് എൻജിനീയറിംഗ് വർക്ക് നടത്തുന്ന മനോഹരൻ സാറാണ്. നമുക്ക് ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം മനോഹരൻ സാർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. ആദ്യം സാറിൻ്റെ ഈ ബിസിനസ് വിശേഷങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. ഹൈടെക് എൻജിനീയറിംഗ് വർക്ക്, അതിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എൻജിനീയറിംഗ് വർക്ക് നടക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാം. ഹൈടെക് എഞ്ചിനീയേഴ്സ് കമ്പനി ആരംഭിച്ചിട്ട് 28 വർഷമാണ്. 28 വർഷമായിട്ട് ഹൈടെക് എൻജിനീയറിംഗ് വർക്ക് കമ്പനി മാനുഫാക്ചറിങ്. അതിന് മുമ്പ് ഞാൻ ചെന്നൈയിൽ വന്നിട്ട് സബ് കോൺട്രാക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് നിറയെ കമ്പനീസ് ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു, പരിചയം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവർ എന്നെ സപ്ലൈ ചെയ്താൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്നുള്ള കമ്പനിയുടെ നെയിം ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നതെല്ലാം കുറച്ച് ഹെവി ഫാബ്രിക്കേഷൻസ്. ഓക്കെ. ഹെവി ഫാബ്രിക്കേഷൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് വെറും സ്ട്രക്ചറൽ മാത്രമല്ല, മെഷീനറി ആൻഡ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാ ബെഞ്ച്, അക്യുമുലേറ്റർ, അത് പൈപ്പ് ഡ്രാ ചെയ്യக்கூடிய കമ്പനിക്കുണ്ടാകുന്ന ഐറ്റംസാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുക. അതുപോലെ വെസൽസ്, NLCക്ക് പറ്റിയ ഐറ്റങ്ങൾ, അങ്ങനെ കുറച്ച് ഹെവി ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്നുള്ള ഒരു നെയിമേ ഞാൻ വന്ന് സെലക്ട് ചെയ്തു. ഓക്കെ. ഹൈടെക് തന്നെയാണ്. ഇപ്പോൾ സാമാന്യം ഞാൻ വന്ന് മുരുകപ്പ ഗ്രൂപ്പിന്റെ സപ്ലയറാണ്. മുരുകപ്പ ഗ്രൂപ്പ്. ചെന്നൈയിൽ അധികമായിട്ടുള്ള കൂടുതലും നല്ല രീതിയിൽ വർക്ക് പോകുന്ന ഒരു കമ്പനിയാണ്. അത് ഉള്ളി ഫാബ്രിക്കേഷൻ കമ്പനിയല്ല, ഉള്ളി മാനുഫാക്ചറിങ്, പൈപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർക്ക് വേണ്ട മെഷീനറിയാണ് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ വന്നിട്ട് ബ്ലോയർ, അവിടെ വന്നിട്ട് റോട്ടറി ഐറ്റങ്ങൾ, ബ്ലോയർ, കേസിങ് വിത്ത് ബ്ലോയർ, അതുമാതിരിയുള്ള ഐറ്റങ്ങൾ. പിന്നെ ടാങ്ക്, ആസിഡ്, ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ഈ പൈപ്പ് വന്ന് ഡ്രാ ചെയ്യുന്നതിന് ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതിന് വന്ന് വെറ്റ് പ്രോസസ് എന്നൊരു ഏരിയ ഉണ്ട്. അതിൽ പല ടാങ്കുകൾ വരും, പല സൈസ് ഓഫ് ടാങ്കുകൾ വരും. SS, MS, PV, അങ്ങനെ പല ഐറ്റങ്ങൾ വരും. കാരണം ആസിഡിൽ വരും, സോപ്പ് വരും, ഹാട്ട് വാട്ടർ വരും. അങ്ങനെ ഓരോന്നിന് വരുമ്പോൾ ഓരോ മെറ്റീരിയൽ ഐറ്റങ്ങൾ മാറും. അങ്ങനെയുള്ള ടാങ്കുകളാണ് ഇപ്പോൾ നമ്മുടെ വെളിയിൽ ഇവിടെ കമ്പനിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇപ്പോൾ ഹൈടെക് എഞ്ചിനീയേഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയ സപ്ലയറുടെ സമയത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാൻ ഞാനും ഇവിടെ ഒരു തൊഴിലാളിയെ പോലെ വർക്ക് ചെയ്യും. അത് വന്നപ്പോൾ തന്നെ കണ്ടു സാർ. ഞങ്ങളിവിടെ സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ തന്നെ തൊഴിലാളികളുടെ നടുക്കിരുന്ന് സാറാണ് ജോലി ചെയ്യുന്നത്, നോക്കുന്നത്. എനിക്ക് ഒരു യൂണിഫോം, ഒരു ഷർട്ട്, യൂണിഫോം ഉണ്ട് എന്റെ കമ്പനിയിൽ. അർജൻസിക്ക്, സപ്ലൈയുടെ അർജൻസിക്കും, അതല്ലാതെ എന്റെ പേപ്പർ വർക്ക് കഴിയുമ്പോൾ, എസ്റ്റിമേറ്റഡ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 hours അല്ലെങ്കിൽ ഒരു 3 hours എങ്കിലും ഞാൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്യും ഡെയിലി. അത് ഞാനിവിടെ ഉണ്ടെങ്കിൽ അത് ഫീൽഡിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇറങ്ങി ഒരു വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ പഴയ ഒരു എനർജി കിട്ടത്തുള്ളൂ. പിന്നെ കൊടുക്കുന്നതും റിസ്ക്കുള്ള വർക്കുകളാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബെയറിങ്, അതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടിയൊക്കെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയും ഇതിലുള്ള സംഭവങ്ങൾ സാറും കൂടി മുൻനിര നിൽക്കുമ്പോൾ തൊഴിലാളികൾക്കും സാറുണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം. അവർക്ക് അറിയില്ല എന്നല്ല, എങ്കിലും സാറിൻ്റെ ഒരു സാന്നിധ്യം അവർക്കൊരു ആത്മവിശ്വാസം വരുന്നു അല്ലേ. നമ്മളെ ഏൽപ്പിക്കുന്ന വർക്കുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് ഹൈടെക് എഞ്ചിനീയറിംഗ്. എത്ര സ്റ്റാഫുകളുണ്ട് സാർ ഇവിടെ? സാറിൻ്റെ ഇവിടെ ഇപ്പൊ എന്റെ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം സൈറ്റും ഇപ്പൊ ആൾക്കാർ സൈറ്റിലാണുള്ളത്. ഫാക്ടറിയിൽ ഇപ്പൊ ഇവിടെ വന്ന് 10 പേരും, മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 42 പേരും, ഓഫീസ് സ്റ്റാഫ് ഒരു 10 പേരും. ഒരു 10-60ഓളം തൊഴിലാളികൾ സാറിൻ്റെ കീഴിൽ വരയ്ക്കുന്നുണ്ട്.
അപ്പോൾ സാറ് ഈ വ്യവസായത്തിൻ്റെ ഇടയിലും സാർ മറ്റുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു എന്താ പറയുക വിശ്വാസിയാണ്, ആരാധകനാണ്. എന്താ പറയുക, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, മനുഷ്യൻ നന്നായാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് സാറെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും സാർ. ഗുരുദേവനെ പറ്റി സാർ പറഞ്ഞു കഴിഞ്ഞാൽ അന്യവർക്ക് ഗുണം ചെയ്യുന്നതിൽ ആയുസ്സും അവസ്സും എന്നാണ് ഗുരുദേവൻ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും ഗുരുദേവന് ഒരു മതത്തിനെയോ അല്ലെ ഒരു ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അത് എങ്ങനെ ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് പോകണമെന്ന് മാത്രമേ പറഞ്ഞു. മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഗുരുദേവൻ പറഞ്ഞേക്കുന്ന തത്വങ്ങൾ അതാണ്. അതെ. ഓക്കെ, സാറ് ചെന്നൈയിലെ മറ്റുള്ള കുറെ പ്രസ്ഥാനങ്ങളിലും സാർ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. കോൺഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ചെന്നൈ, അതിന്റെ വൈസ് പ്രസിഡന്റാണ്. അതല്ലാതെ എന്റെ ഫാക്ടറി ഇരിക്കുന്ന ഇൻഡസ്ട്രിയൽ എന്നോട് പ്രസിഡന്റാണ്. ഇപ്പൊ ഞാൻ വേറെ ആൾക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം ഒരാൾ തന്നെ എപ്പോഴും ഇരുന്നിട്ട് കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തു അടുത്ത ആളുടെ ദീപശിക്ക് നമ്മൾ കൈമാറണം. അതെ. അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ SNDPയുടെ പ്രസിഡന്റാണ്. ഫെഡറേഷൻ ഓഫ് തിരുവള്ളൂർ ഡിസ്ട്രിക്ട് 13 സംഘടനകളെ ചേർത്തുകൊണ്ട് ഒരു ഫെഡറേഷനെ രൂപം കൊടുത്തു. അത് കൊടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഒരുപാട് മലയാളികൾ ഇന്നേക്ക് തമിഴ്നാടിനെ സാറ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആവടി മേഖലയാണ്, തിരുവള്ളൂർ ഡിസ്ട്രിക്റ്റിൽ. അതായത് ഡിഫൻസ്, അതായത് HF, OCF അങ്ങനെ നിറയെ ഫാക്ടറീസ് ഉള്ള മലയാളീസ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്തതാണ് ഈ ഫെഡറേഷൻ ഓഫ് തിരുവള്ളൂർ ഡിസ്ട്രിക്ട് മലയാളി അസോസിയേഷൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ പെട്ടെന്ന് നിൽക്കുമായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ ഒരു ലെറ്റർ വരും, അവിടെ സ്റ്റോപ്പ് നിൽക്കുന്നു. ആലപ്പി നിർത്തി, നമ്മുടെ ട്രിവാൻഡ്രം മെയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആവടി മേഖല എന്ന് പറയുമ്പോൾ തിരുവള്ളൂർക്കാർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വണ്ടി, ട്രെയിൻ നമുക്ക് വരുന്ന വണ്ടി നിൽക്കുക എന്നുള്ളത് ആവടിയിൽ. കാരണം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ ഏറ്റവും വലിയ സൗകര്യമാണ്. സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആവടിക്ക് വരണമെങ്കിൽ എന്തായാലും സാറിന് ഇപ്പോൾ ഇന്നാലും ഒരു 35 വർഷം നമ്മൾ ചെന്നൈയിൽ നിന്നപ്പോൾ നല്ല പിടിപാടുകൾ ഉണ്ടാവുമല്ലോ. ഇവിടെ പോലീസുകാരായിട്ടാണെങ്കിലും മന്ത്രിമാരായിട്ടാണെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് അവരുടെ സപ്പോർട്ടും കൊണ്ട് വേണമല്ലോ. ഇപ്പൊ പറഞ്ഞില്ല ഇവിടെ ഒരു സ്റ്റോപ്പ് അനുവദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏറ്റവും എന്തോരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സാറ് ചോദിച്ചത് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. അപ്പൊ ഇവിടുത്തെ വോട്ടിന്റെ ഒരു ബാങ്ക്, നമ്മുടെ മലയാളികളുടെ ഒരു വോട്ടിന്റെ ബാങ്ക് എൻ്റെ ഉണ്ടാവും. ഏതൊരു മലയാളികളൊക്കെ ചോദിച്ചാലും എല്ലാവരും പറയും ഇത് വന്നിട്ട് ഹൈടെക്കിന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈടെക് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റിക്കൊടുക്കും. മിനിസ്റ്റർ ആയി കഴിഞ്ഞാലും ഇപ്പോൾ കളക്ടർ 1 വർഷമായിട്ടില്ല, പുള്ളി ട്രാൻസ്ഫർ ആയിട്ട് ആൽബിൻ ജോൺ കോട്ടയക്കാരനായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ രാഹുൽനാഥ് ഉണ്ട്, ചങ്ങനാശ്ശേരിക്കാർ. ഇവരൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമാണ്. ഇവിടെ മിനിസ്റ്റർ നാസർ, അതുപോലെ നമ്മുടെ മലയാളി റഹീം, പുള്ളി മിനിസ്റ്റർ ആയിരുന്നു ADMKയുടെ. ഇവരൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ടുകളാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ പ്രശ്നം ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അവരെ തനിയെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു വന്നു കഴിഞ്ഞാൽ എതിർത്ത് സംസാരിക്കുക. നീ വെളിനാട്ടിൽ നിന്ന് വന്ന ഒരു വേർതിരിവുണ്ടായിരുന്നു. വേർതിരിവുണ്ടായിരുന്നു. ഇപ്പൊ ആ വേർതിരിവ് മാറ്റി. അത് മാറ്റിയതിന്റെ കാരണം എന്ന് പറയുന്നത് സംഘടനകളുടെ പ്രവർത്തനമാണ്. തമിഴ്നാട്ടിലിരിക്കുന്ന സഹോദരങ്ങൾ, ഇപ്പൊ തമിഴ് സഹോദരങ്ങൾ എന്നാണ് ഞങ്ങൾ ഓരോ മീറ്റിങ്ങിലും പറയുക. അവർ ഞങ്ങൾ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ എല്ലാവരും ഫംഗ്ഷൻ വരും, വിളിക്കുമ്പോൾ അവർ നമ്മുടെ സഹോദരങ്ങൾ എന്നാ പറയുക, തമിഴ് സഹോദരങ്ങൾ. അപ്പോൾ അവരൊക്കെ വന്ന് ഇപ്പൊ നമ്മളോടൊക്കെ വളരെ താല്പര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെന്നൈയിലെ കുറേ വിശേഷങ്ങൾ സാർ പറഞ്ഞു. ഇനി നമുക്ക് നാട്ടിലേക്ക് പോകണ്ടേ, ചെങ്ങന്നൂരേക്ക് പോകണ്ടേ? അവിടുത്തെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ ജനിച്ചത് ചെങ്ങന്നൂര്. അച്ഛൻ്റെ പേരെന്നോട് പറഞ്ഞു. അച്ഛൻ്റെ പേര് യശോധരൻ, അമ്മ വസുമതി. സഹോദരങ്ങൾ? എനിക്ക് 2 സഹോദരങ്ങൾ. 2 പേര് മൂത്താണ്. ഒരാള് BSc നേഴ്സാണ്, ഓമന എന്നാണ് അവിടെ പേര്. ഇളയ സഹോദരി, അതിന്റെ ഇളയത് മഹിളാമണി എന്നാണ് പേര്. അതിന്റെ ഇളയതാണ് ഞാൻ. മൂന്നാമതാണ്. അച്ഛൻ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു അച്ഛന്? വന്നിട്ട് ഹിസ്റ്ററിയുടെ ബിസിനസ്. ഞങ്ങൾക്ക് കേവളം ഉണ്ടായിരുന്നു. കരുപ്പുഴ എന്നും പറഞ്ഞ സ്ഥലമുണ്ട്, മുട്ടം. അവിടെ നിന്നുള്ള ഹിസ്റ്ററി കയറ്റി കാവാല സൈഡ് പോകും, ആലപ്പുഴ. ഇപ്പൊ എല്ലാം എല്ലായിടത്തും റോഡായി. അന്നത്തെ കാലത്ത് കെട്ടിയേക്കുന്നതെല്ലാം എന്റെ അച്ഛനെ കുട്ടനാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. യശോധരൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം അവിടെ കെട്ടിയേക്കുന്ന മുക്കവാസി വീടുകൾ അന്നത്തെ കാലത്ത് നമ്മുടെ
ഇഷ്ടിക കൊണ്ടാണ് പണിതത് അല്ലേ? അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വരുമാനം അച്ഛനുണ്ട്. അപ്പൊ കുഞ്ഞുനാളിൽ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ ഒരു ലെവലില് നമ്മുടെ വീട്ടില് നമ്മ ഒരു 10 പേർക്കെങ്കിലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. അപ്പൊ പിന്നെ ലാവിഷ് ഒരു കുഴപ്പമില്ല. അല്ല, വിളിച്ച് ചോദിക്കും. അയലത്ത് ഒരു കുറച്ച് വീടുകളുണ്ട്, കുറച്ച് ഇതായിട്ടുള്ള, അവരെല്ലാരും ഭക്ഷണം കഴിച്ചു ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ ചോറ് കൊടുക്കും. അപ്പൊ നല്ല മനസ്സിലുള്ള ഒരു അമ്മയുടെ മോനാണ്. അതെ. ഈ ഹൈടെക് കമ്പനിയൊക്കെ ഞാൻ ഇന്നും ഈ 10-36 വർഷവും ശരിക്കും കഠിനാധ്വാനം തന്നെ ചെയ്യുന്നത്. ഈ അധ്വാനത്തില് നമുക്ക് ദൈവം ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കും. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും. കാരണം സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയാണ് അതിന്റെ. ദൈവം കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കഷ്ടം എന്ന് പറഞ്ഞാൽ ചെയ്യണം. അവർ ഒരു ഇപ്പൊ ഇന്നലെ ഈ ഒരു കിഡ്നി ഒരാളുടെ കിഡ്നി രണ്ടാമത് കിഡ്നി പോകാൻ പോകുന്നു. ഇന്ന് നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ആശുപത്രികളിലെ ട്രീറ്റ്മെന്റ് പലരും പ്രതീക്ഷിക്കും, കളക്ഷന് വേണ്ടി ഒരു മെസ്സേജ് ഇടും. പക്ഷെ ഈ ആൾ എന്നോട് പറഞ്ഞത്, ഞാൻ GH-ലാണ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് GH-ൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി, സാർ എനിക്കത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഉടനെ കളക്ടർ രാഹുൽ സാറിനാണ് അടിച്ചത്. രാഹുൽ സാർ ഉടനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ വിളിച്ചു പറഞ്ഞിട്ട് ദീനൻ എന്റെ പേര് പറഞ്ഞു, ദീൻ ഡിപ്പാർട്ട്മെന്റ് ഇതുമാതിരി ഒരാൾ വരും, അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി വിളിച്ചു, ആ ഡോക്ടറെ വിളിച്ചു. ഡയാലിസിസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞവര് വിത്തിൻ 1 hour ഡയാലിസിസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. അവന്റെ രണ്ടാമത് കിഡ്നിയും അന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സഹായങ്ങള് സംഘടനകൾ മൂലം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അത് നമുക്ക് ദൈവം കൊടുത്ത ഒരു ഭാഗ്യമായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഗുരുദേവ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ട് കൊടുത്തായിരിക്കാം. മനസ്സുള്ളതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം. നമ്മൾ ഇതുപോലെ കുറെ കഷ്ടപ്പെട്ടതാണ്, ആ കഷ്ടപ്പാട് നമ്മൾ അറിഞ്ഞതാണ്. അത് മറ്റൊരു വ്യക്തിക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തേങ്ങലുണ്ടാവും. അതാണ് ആ പുണ്യപ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് സാറിന് നടക്കാം, സാറിന് ആരും ബുദ്ധിമുട്ടില്ല. അതല്ലല്ലോ, മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമുക്ക് സന്തോഷിക്കേണ്ടത്. സാർ ഇപ്പൊ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ സാർ, കോടിക്കണക്കിന് പൈസ എടുക്കുന്ന ഷുഗറും മറ്റുള്ളതും ഡയബറ്റീസും കൊണ്ട് 2 ഇഡ്ഡലിയെ കഴിക്കാൻ പറ്റൂ. ആർക്കും ഒരു 10 പൈസയോടുകൂടി ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് തോന്നുന്നില്ല. അത് മനസ്സിൽ വരണം, നമ്മുടെ മനസ്സിൽ തോന്നണം. അടുത്തവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെ, അത് നമ്മളെ കൊണ്ട് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായ കാര്യമാണെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാം. അതാണ് യഥാർത്ഥ മനുഷ്യൻ. സാർ ഒത്തിരി ബുദ്ധിമുട്ടി നേരെ അവിടെ പോയി ഇവിടെ പോയി അവസാനം ചെന്നൈയിലേക്ക് വന്നു. ഇപ്പം നമ്മളൊരു വ്യവസായം എന്നും പറഞ്ഞ് നമുക്ക് ചെന്നൈയിലേക്ക് വരുന്ന, ഇവിടെ ഇങ്ങോട്ടൊരു വ്യവസായം ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മുടെ യുവതലമുറക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ വ്യവസായം ചെയ്യാൻ പോകുന്ന യുവതലമുറ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യം എവിടെയും വ്യവസായം ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന നമ്മുടെ യുവതലമുറക്ക് സാറിൻ്റെ ഈ അനുഭവങ്ങളിൽ നിന്നും എന്ത് ഉപദേശമാണ്, എന്ത് അഡ്വൈസാണ് സാർ നൽകാറുള്ളത് വിജയത്തിന് വേണ്ടി? ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ വരുന്ന ഇപ്പോഴുള്ള തലമുറ ചെറുപ്പക്കാർക്ക് അധ്വാനിക്കാനുള്ള മനസ്സ്, പിന്നെ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ എഞ്ചിനീയറിംഗ് കൊണ്ട് ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ IT അങ്ങനെ ആ ലൈനിലേക്ക് പോകാം. ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ 1000 പേർക്ക് ജോലി കൊടുക്കാം. പക്ഷെ ഒരു ഡെവലപ്മെന്റ്, എന്താണ് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക? നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു ഡെവലപ്മെന്റ്, ഒരു ബിസിനസ് സ്വന്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നേക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഒരു നല്ല AC റൂമിലിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കാർ മേടിക്കാം, അങ്ങനെ പോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറങ്ങി ജോലി ചെയ്ത് നെല്ലായിക്കോട്ടോ മഴയായിക്കോട്ടോ നമുക്ക് പോയി ആ ജോലി ചെയ്യണമെന്നുള്ള മനസ്സ് ഫസ്റ്റ് കൊണ്ടുവരണം. അവരുടെ ആ മൈൻഡ് മാറണം. മുതലാളിയാണെങ്കിലും ഫസ്റ്റ് ഒരു തൊഴിലാളിയുടെ മനസ്സുണ്ടാവണം. ഉണ്ടാവണം. അതായത് ഇന്നത്തെ വാട്സാപ്പില് ഇന്ന് ഞാൻ ജോലിക്ക് വരുന്നില്ല, വാട്സാപ്പില് പറയും, അതായിരിക്കും ഇന്നത്തെ ജനറേഷൻ. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് നല്ല സ്വന്തമായ തൊഴിലുകൾ കണ്ടെത്താൻ ഏത് രീതിയിൽ നമുക്ക് തൊഴിൽ ചെയ്താൽ നമുക്ക് മുന്നേറാൻ പറ്റും. ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ നിറയെ ഉണ്ട്, ബിസിനസ്സുകൾ നിറയെ ഉണ്ട്. പക്ഷേ ഇറങ്ങി ചെയ്യണം, ഫസ്റ്റ് ഇറങ്ങണം, ആ തൊഴിലേക്ക് ഇറങ്ങണം. 100% നമ്മൾ കഠിനാധ്വാനം ചെയ്യാം ഉള്ള മനസ്സുമായിട്ട് ഈ തൊഴിലേക്ക് ഇറങ്ങിയാൽ വിജയമാണ്. സാറ് ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു, നല്ലൊരു ഉപദേശം സാറ് മറ്റുള്ള യുവ വ്യവസായികൾക്ക് ഈ വ്യവസായത്തിലേക്ക് വരാൻ ഇരിക്കുന്ന കാലൂന്നാൻ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്തു. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടി സാറിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. സാറിൻ്റെ ഈ ഹൈടെക് എഞ്ചിനീയറിംഗ് കമ്പനി ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.